ഞാനൊരു വാടക വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. 1-2 വീടുകൾ കാണാൻ പോയി, പക്ഷെ രണ്ടിനും ഓരോ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തായിരിക്കും മലയാളത്തിൽ പറയുക? എനിക്ക് 2 വീടും ഇഷ്ടമായില്ല എന്നായിരിക്കുമല്ലോ. ഇത് ഇംഗ്ലീഷിൽ ഐ ഡിഡ്ന്റ് ലൈക്ക് ബോത്ത് ഹൗസസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അവിടെ നമ്മൾ പറയേണ്ടത് ഐ ഡിഡ്ന്റ് ലൈക്ക് ഐദർ ഹൗസ് അല്ലെങ്കിൽ ഐ ലൈക്ഡ് നൈദർ ഹൗസ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമ്മൾ ഈ ഐദർ നൈദർ എന്നീ 2 വാക്കുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഈ ഐദർ ഓർ, നൈദർ നോർ എന്നിങ്ങനെ ചേർത്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പലപ്പോഴും ഐദർ നൈദർ എന്നുള്ളത് നമുക്ക് ഒറ്റയ്ക്കും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2 മുറികൾ കാണിച്ചിട്ട് നമ്മളോട് ആരെങ്കിലും പറയാണ് നിങ്ങൾക്ക് ഏത് മുറി വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഈ മുറിയോ ആ മുറിയോ ഉപയോഗിക്കാമെന്ന്. രണ്ടും കൂടി പറ്റില്ല, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ അവിടെ നമുക്ക് പറയാം യു ക്യാൻ യൂസ് ഐദർ റൂം. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് യു ക്യാൻ യൂസ് ദിസ് റൂം ഓർ ദാറ്റ് റൂം എന്നാണ്. അപ്പോൾ അതിന് പകരം യു ക്യാൻ യൂസ് ഐദർ റൂം എന്ന് പറയാം. അല്ലെങ്കിൽ ഈ 2 മുറികളിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ യു ക്യാൻ യൂസ് ഐദർ ഓഫ് ദീസ് റൂംസ് എന്നും പറയാം. ഇനി തിരിച്ചാണ് പറയേണ്ടതെങ്കിലോ, ഈ 2 മുറികളിൽ ഒന്നുപോലും യൂസ് ചെയ്യരുത് എന്നാണ് പറയേണ്ടതെങ്കിൽ യു കാൺറ്റ് യൂസ് ഐദർ ഓഫ് ദി റൂംസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, യു കാൺറ്റ് യൂസ് ഐദർ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് പകരം യു ക്യാൻ യൂസ് നൈദർ ഓഫ് ദി റൂംസ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ കാൺറ്റ് യൂസ് ഐദർ, രണ്ടാമത്തതിൽ ക്യാൻ യൂസ് നൈദർ. കാരണം ഈ നൈദർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് അർത്ഥം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻ യൂസ് നൈദർ എന്ന് പറഞ്ഞത്. അവിടെ കാണ്ടും നൈദറും കൂടി ഒരുമിച്ച് പറയരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെ പറഞ്ഞത് 2 റൂംസിനെ കുറിച്ചാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഐദർ നൈദർ എന്നൊക്കെ യൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ 2-ൽ കൂടുതൽ മുറികളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയുക യു ക്യാൻ യൂസ് എനി ഓഫ് ദി റൂംസ് എന്നാണ്. അല്ലെങ്കിൽ യു കാൺറ്റ് യൂസ് എനി ഓഫ് ദി റൂംസ് എന്നൊക്കെയാണ് വരിക കേട്ടോ. ഇത് പ്രത്യേകം ഓർക്കണം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ആരെങ്കിലും നമ്മളോട് പറയുകയാണ് രവിയോ അബുവോ നിങ്ങളെ വിളിക്കും. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാളാണ് വിളിക്കുക. ഇംഗ്ലീഷിൽ ഐദർ രവി ഓർ അബു വിൽ കോൾ യു എന്ന് പറയാം. സംശയമില്ലല്ലോ. ഇനി ഈ സംസാരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതേ കാര്യം വീണ്ടും പറയേണ്ടി വന്നാൽ ഈ പേരുകൾ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും ആരെങ്കിലും ഒരാൾ നിങ്ങൾ വിളിക്കുമെന്ന് അല്ലേ. അതുപോലെ നമുക്ക് ഇംഗ്ലീഷിലും പറയാം ഐദർ വൺ വിൽ കോൾ യു. അപ്പോൾ ഈ പേര് ആവർത്തിക്കാതിരിക്കാനാണ് നമ്മളവിടെ ഐദർ വൺ എന്ന് പറഞ്ഞത്. ഇങ്ങനെയും പറയാം ഇവരിൽ ഒരാൾ നിങ്ങളെ വിളിക്കും. ഐദർ വൺ ഓഫ് ദെം വിൽ കോൾ യു. കണ്ടോ, അവിടെ ഐദർ വൺ ഓഫ് ദെം എന്ന് പറഞ്ഞു. അതിങ്ങനെയും പറയാം ഐദർ ഓഫ് ദെം വിൽ കോൾ യു. അപ്പോൾ ഏതെല്ലാം തരത്തിൽ നമ്മളിവിടെ ഐദർ ഉപയോഗിച്ചു നോക്കൂ. ഒരേ കാര്യമാണ് പറഞ്ഞത്, അത് പല രീതിയിൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി മറ്റൊരു സിറ്റുവേഷൻ പറയാം. സ്കൂളിൽ പേരൻറ്റ് ടീച്ചർ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ കുട്ടി ടീച്ചറോട് പറയുകയാണ് എൻ്റെ മാതാപിതാക്കളിൽ ഒരാൾ മീറ്റിങ്ങിന് വരും. അതായത് പേരൻസിൽ ആരെങ്കിലും ഒരാളായിരിക്കും മീറ്റിങ്ങിന് വരുന്നത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ പറയാം ഐദർ ഓഫ് മൈ പേരൻസ് വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. കണ്ടോ, ഐദർ ഓഫ് മൈ പേരൻസ് വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. ഇനി 2 പേരും മീറ്റിങ്ങിന് വരില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നൈദർ ഓഫ് മൈ പേരൻസ് വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണ് പറയുക. ബോത്ത് ഓഫ് മൈ പേരൻസ് വിൽ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറയുന്നത് അത്ര ഭംഗിയല്ല. ഇവിടെ നൈദർ ഓഫ് മൈ പേരൻസ് വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് എന്നതാണ് ശരി. ഈ നൈദർ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 ആളുകളെ കുറിച്ച് പറയുകയാണ്. അവർ 2 പേരും അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ പ്രസൻറ്റ് ആയിരുന്നില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ് നൈദർ ഓഫ് ദെം വാസ് പ്രസൻറ്റ്. അപ്പോൾ 2 പേരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വാസ് എന്നിവിടെ യൂസ് ചെയ്തത്. സിംഗുലർ വേർബാണ് വന്നത്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ഇൻഫോർമലായിട്ട് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുക നൈദർ ഓഫ് ദെം വേർ പ്രസൻറ്റ് എന്നായിരിക്കും. അപ്പോൾ 2 പേരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ വേർ എന്ന് ഉപയോഗിക്കുന്നത് ഗ്രാമാറ്റിക്കലി ശരിയല്ല. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഐദർ യൂസ് ചെയ്യുന്ന വേറൊരു രീതിയാണ്. എനിക്ക് പറയേണ്ടത് ഇതാണ്, തെരുവിൻ്റെ 2 സൈഡിലും വീടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ദേ വർ ഹൗസസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഐദർ സൈഡ്സ് എന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഐദർ പറയുന്നത് എപ്പോഴും ഒന്നിൻ്റെ കൂടെ ചേർത്തായിരിക്കുമല്ലോ. അതുകൊണ്ട് ഐദർ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ് എന്നാണ് വന്നത്. മറ്റൊന്നുകൂടെ പറയാം. ഇടനാഴിയുടെ 2 അറ്റത്തും വാതിലുകളുണ്ട്. ദെർ ആർ ഡോർസ് അറ്റ് ഐദർ എൻഡ് ഓഫ് ദ കോറിഡോർ.
ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ, അറ്റ് ഐദർ എൻഡ് സിംഗുലറായിട്ടാണ് വന്നത്. ഇനി ഐദറിൻ്റെയും നൈദറിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് പലപ്പോഴും ഷോർട്ട് ആൻസേഴ്സ് പറയേണ്ടി വരുമല്ലോ, അവിടെ നമുക്ക് ഐദറും നൈദറും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എക്സാമ്പിൾസ് പറയാം. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, വോട്ട് യു ലൈക്ക് ടു ഹാവ്, ടീ ഓ കോഫി? നിങ്ങൾക്ക് എന്താ വേണ്ടത്, ചായയോ കാപ്പിയോ? അപ്പോൾ നമുക്ക് പറയേണ്ടത് ഏതായാലും പ്രശ്നമില്ല എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം ഐദർ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന്. കണ്ടോ? അപ്പോൾ ഐദർ എന്നുള്ളത് ഒരു ഷോർട്ട് ആൻസറായിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. മറ്റൊന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കണോ അതോ പിന്നീട് മതിയോ? വുഡ് യു ലൈക്ക് ടു ഈറ്റ് നൗ ഓർ ലേറ്റർ? എങ്ങനെയായാലും കുഴപ്പമില്ല, ഐദർ ഈസ് ഫൈൻ. കണ്ടോ? അവിടെയും ഐദർ എന്നുള്ളത് ഒരു ഷോർട്ട് ആൻസറിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇനി മറ്റൊരു സന്ദർഭം, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഡ്രൈവ് ചെയ്യോ എന്നാണ് ചോദ്യം. ഇംഗ്ലീഷിൽ ഡു ഐദർ ഓഫ് യു ഡ്രൈവ് എന്ന് വരും. അപ്പോൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്യും എന്നാണെങ്കിൽ യെസ്, ബോത്ത് ഓഫ് us ഡ്രൈവ് എന്ന് പറയാം. രണ്ടുപേരും ഡ്രൈവ് ചെയ്യില്ലെങ്കിലോ neither of us drives എന്ന് ഉത്തരം വരും. മറ്റൊരു ചോദ്യം, which shirt do you like, the black one or the blue one? ഏത് ഷർട്ടോ ഇഷ്ടമായേ, കറുത്തതോ നീലയോ? അപ്പോൾ അവിടെ നമുക്ക് രണ്ടും ഇഷ്ടമായില്ല, രണ്ടിനും വില കൂടുതലാണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഷോർട്ടായിട്ട് പറയാം neither, both of them are expensive. കണ്ടോ? അവിടെ neither എന്നുള്ളൊരൊറ്റ വാക്ക് മാത്രമാണ് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി സംസാരത്തിനിടയ്ക്ക് ആരെങ്കിലും നമ്മളോട് പറയാണ്, ഞാൻ ഇതുവരെ ഗോൾഫ് കളിച്ചിട്ടില്ല. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവൻറ്റ് എവർ പ്ലേഡ് ഗോൾഫ് എന്നായിരിക്കുമല്ലോ. അപ്പം നമ്മൾ പറയാണ് നമ്മളും അതെ, നമ്മളിതുവരെ കളിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഐ ഹാവൻറ്റ് ഐദർ. അപ്പോൾ അയാൾ നമ്മളോട് പറഞ്ഞത് ഐ ഹാവൻറ്റ് എവർ പ്ലേഡ് ഗോൾഫ് എന്നാണ്. അതേ പാറ്റേണിലാണ് നമ്മുടെ ഉത്തരം വരുന്നത്, ഐ ഹാവൻറ്റ് ഐദർ. മറ്റൊന്ന് പറയാം, ഐ ഡിഡ്ന്റ് ലൈക്ക് ദ മൂവി, എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്കും അതേ അഭിപ്രായമാണെങ്കിൽ നമുക്ക് പറയാം ഐ ഡിഡ്ന്റ് ഐദർ. കണ്ടോ? അതേ പാറ്റേണാണ് വന്നത്, ഐ ഡിഡ്ന്റ് ഐദർ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നൈദർ ഉപയോഗിച്ചും ഉത്തരം പറയാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഫോർമലായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. എനിക്ക് ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ടു ഈറ്റ് ജങ്ക് ഫുഡ്. അപ്പോൾ ഇത് കേട്ടിട്ട് മറ്റേയാൾ പറയാണ് എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ അത് ഫോർമലായിട്ട് പറയുന്നത് നൈദർ ഡു ഐ എന്നാണ്. പക്ഷേ ഇൻഫോർമലായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ പലപ്പോഴും നമ്മൾ പറയുക മീ നൈദർ എന്നായിരിക്കും. ഗ്രാമാറ്റിക്കലി അത് ശരിയല്ല, പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ പലപ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത്. ഒരു എക്സാമ്പിളോട് പറയാം, ഞാൻ ഫ്രഞ്ച് സംസാരിക്കില്ല, ഐ ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച്. നിങ്ങളും ഫ്രഞ്ച് സംസാരിക്കില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നൈദർ ഡു ഐ എന്നായിരിക്കും ഫോർമലായിട്ട്. ഇൻഫോർമലായിട്ടാണെങ്കിൽ മീ നൈദർ എന്നും പറയാം. ചിലപ്പോൾ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് വേറെ പോയിൻറ്റ്സും അതിൻ്റെ കൂടെ ചേർത്ത് പറയുമല്ലോ, അങ്ങനെ പറയാനും നമുക്ക് ഐദർ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെൻറ്റൻസ് നോക്കൂ, വീടിന് വലിപ്പമുണ്ട്, വിലയൊട്ട് കൂടുതലുമല്ല. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, വലിയ വീടാണ്, അത് മാത്രമല്ല വലിയ വില കൂടുതലുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ദ ഹൗസ് ഇസ് സ്പേഷ്യസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എക്സ്പെൻസീവ് ഐദർ. വലിപ്പമുണ്ട്, വില കൂടുതലൊട്ടില്ലതാനും എന്നാണ് അർത്ഥം. മറ്റൊന്ന്, ഈ പുസ്തകം പഴയതാണ് എന്ന് മാത്രമല്ല അതൊട്ട് ഇൻട്രസ്റ്റിങ്ങും അല്ല. അപ്പോൾ അവിടെ നമുക്ക് പറയാം ദിസ് ബുക്ക് ഈസ് ഓൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഇൻട്രസ്റ്റിംഗ് ഐദർ എന്ന്. ഇനി നമുക്ക് ഈ ഐദർ ഓർ ചേർത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് പറയണം, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒന്നില്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ആയിരിക്കും കഴിക്കുന്നത്. ഐ വിൽ ഈറ്റ് ഐദർ ചിക്കൻ ഓർ ഫിഷ് ഫോർ ലഞ്ച്. കണ്ടല്ലോ, ഐ വിൽ ഈറ്റ് ഐദർ ചിക്കൻ ഓർ ഫിഷ് ഫോർ ലഞ്ച്. മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾക്ക് പേനയോ പെൻസിലോ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ചോയ്സ് കൊടുക്കുന്നുണ്ടല്ലേ, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷിൽ യു ക്യാൻ യൂസ് ഐദർ എ പെൻ ഓർ എ പെൻസിൽ. അപ്പോൾ ഇവിടെ എവിടെയാണ് ഐദർ ഓർ വന്നതെന്ന് കണ്ടല്ലോ, ആ രണ്ട് ചോയ്സസിന് മുൻപിലായിട്ടാണ് വന്നത്, ഐദർ എ പെൻ ഓർ എ പെൻസിൽ. അല്ലാതെ യു ക്യാൻ ഐദർ യൂസ് എ പെൻ ഓർ എ പെൻസിൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. ഇനി അടുത്തത് ശ്രദ്ധിക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ ഒരു മൂവി കാണാം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, വായിക്കാം അല്ലെങ്കിൽ കാണാം. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ വരുന്നതെന്ന് നോക്കൂ, യു ക്യാൻ ഐദർ റീഡ് എ ബുക്ക് ഓർ വാച്ച് എ മൂവി. ആ ഐദർ ഓർ വന്ന എവിടെയാണെന്ന് നോക്കൂ, ആ വേർബ്സിന് മുൻപിലാണ്. ആ രണ്ട് വേർബ്സാണ് ഇവിടുത്തെ ഓപ്ഷൻസ് അല്ലേ, അതിന് മുൻപിലാണ് ഐദർ ഓർ വന്നത്. മറ്റൊന്ന്, ഒന്നില്ലെങ്കിൽ എന്നെ വിളിക്കൂ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇവിടെയും രണ്ട് ഓപ്ഷൻസ് ആയിട്ട് പറയുന്നത് രണ്ട് പ്രവൃത്തികളാണ്, വിളിക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, ഐദർ കോൾ ഓർ ടെക്സ്റ്റ് മീ. മറ്റൊന്ന്, ഒന്നില്ലെങ്കിൽ ജോണിന് അല്ലെങ്കിൽ റൂബിക്ക് പ്രൊമോഷൻ കിട്ടും,
ഐദർ ജോൺ ഓർ റൂബി വിൽ ഗെറ്റ് ദ പ്രൊമോഷൻ. കണ്ടല്ലോ. ഇനി എനിക്ക് പറയേണ്ടത് അവൾ ജർമ്മൻ സംസാരിക്കില്ല, അവൾ ഫ്രഞ്ചും സംസാരിക്കില്ല. അപ്പോൾ ഇതെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഷീ ഡസൻ സ്പീക്ക് ജർമ്മൻ, ഷീ ഡസൻ സ്പീക്ക് ഫ്രഞ്ച് ഐദർ. അപ്പോൾ ഫ്രഞ്ചും സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രഞ്ച് ഐദർ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിങ്ങനെ ഈ നീട്ടി പറയുന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഷീ സ്പീക്സ് നൈദർ ജർമ്മൻ നോ ഫ്രഞ്ച്. അപ്പോൾ നൈദർ നോർ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് വരുന്നുണ്ടല്ലോ. ജർമ്മനും സംസാരിക്കില്ല, ഫ്രഞ്ചും സംസാരിക്കില്ല എന്നാണ് ഈ പറയുന്നത്. മറ്റൊരെണ്ണം നോക്കാം. ഞാനിന്ന് ലഞ്ചിന് ഫിഷും കഴിക്കില്ല, ചിക്കനും കഴിക്കില്ല. അപ്പോൾ നൈദർ നോർ ഉപയോഗിച്ച് ഇങ്ങനെയാണ് വരുന്നത്, ഐ വിൽ ഈറ്റ് നൈദർ ഫിഷ് നോ ചിക്കൻ ഫോർ ലഞ്ച്. കണ്ടോ, നൈദർ നോറിന് നെഗറ്റീവ് മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ കഴിക്കില്ല എന്നുള്ളൊരു അർത്ഥം വന്നു. അതുകൊണ്ടാണ് ഐ വിൽ ഈറ്റ് കഴിഞ്ഞിട്ട് നൈദർ നോർ നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ ഇതേ കാര്യം നമുക്ക് ഐദർ ഓർ ഉപയോഗിച്ചും പറയാം. അവിടെ നമ്മൾ വിൽ മാറ്റി വിൽ നോട്ട്, അതായത് വോണ്ട് എന്ന് പറയും. നോക്കൂ, ഐ വോണ്ട് ഈറ്റ് ഐദർ ചിക്കൻ ഓർ ഫിഷ് എന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ വോണ്ട് വന്നതുകൊണ്ട് ഐദർ ഓർ എന്നാക്കി മാറ്റി നമ്മൾ. ഇനി കുറേ പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് ഈ നൈദർ നോറൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേർബ് സിംഗുലറായിട്ടാണോ പ്ലൂറലായിട്ടാണോ വരേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയുന്നത് ഇതാണ്, എൻ്റെ സഹോദരിമാർക്കോ എൻ്റെ അമ്മയ്ക്കോ ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് ഞാനിവിടെ എഴുതി എങ്ങനെയാണെന്ന് നോക്കൂ, നൈദർ മൈ സിസ്റ്റേഴ്സ് നോ മൈ മദർ ഇസ് ഹാപ്പി വിത്ത് ദ ഫുഡ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ സഹോദരിമാരെ പറ്റിയും എൻ്റെ അമ്മയെ പറ്റിയുമാണ്. ഇവിടെ സബ്ജക്റ്റ് രണ്ടാണ്, മൈ സിസ്റ്റേഴ്സും ഉണ്ട്, മൈ മദറും ഉണ്ട്. ഇതിലേതാണ് വേർബുമായിട്ട് അടുത്ത് കിടക്കുന്നത് നോക്കൂ, മൈ മദറാണ് അല്ലേ. അത് കഴിഞ്ഞ ഉടനെയാണ് ഇസ് വന്നത്. അപ്പോൾ ഈ മൈ മദർ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇസ് എന്ന വേർബാണ് യൂസ് ചെയ്തത്, ആർ അല്ല. കണ്ടോ, നൈദർ മൈ സിസ്റ്റേഴ്സ് നോ മൈ മദർ ഇസ് ഹാപ്പി വിത്ത് ദ ഫുഡ്. ഇനി തിരിച്ചു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സഹോദരിമാർക്കോ ഈ ഭക്ഷണം ഇഷ്ടമായില്ല എന്നാണ്. അപ്പോൾ വരുന്നത് നൈദർ മൈ മദർ നോ മൈ സിസ്റ്റേഴ്സ് ആർ ഹാപ്പി വിത്ത് ദ ഫുഡ് എന്നാണ്. കാരണം ഇവിടെ മൈ സിസ്റ്റേഴ്സ് എന്ന ഭാഗമാണ് വേർബിൻ്റെ അടുത്ത് വന്നത് അല്ലേ. മൈ സിസ്റ്റേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വേർബും പ്ലൂറൽ ആവണം. അതുകൊണ്ടാണ് മൈ സിസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആർ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സംശയം മാറിയല്ലോ. പിന്നെ നമ്മൾ ഐദർ നൈദർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്നറിയാൻ ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യൂ. ആദ്യത്തേത്, മിനിക്ക് പീറ്റ്സ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറയാണ്, മിനി ഡസൻ ലൈക്ക് പീറ്റ്സ ആൻഡ് ഐ ഡോണ്ട് സ്പേസ് ഐദർ നൈദർ. ഏതാണ് യൂസ് ചെയ്യാൻ നോക്കൂ. അടുത്തത്, മാച്ച് വളരെ ബോറിംഗ് ആയിരുന്നു, 2 ടീമും നന്നായി കളിച്ചില്ല. ദ മാച്ച് വാസ് ടു ബോറിംഗ്, സ്പേസ് ടീം പ്ലേഡ് വെൽ. ഓപ്ഷൻസ് ഐദർ നൈദർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് 2-ൽ ഏത് ഉത്തരം വേണമെങ്കിലും ചൂസ് ചെയ്യാം. യു മേ ചൂസ് ആൻസർ ഐദർ നൈദർ. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഇതുപോലെ ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.